മത്തി എപ്പോഴും ഒരു വികാരം തന്നെയാണല്ലേ. അതിഷ്ടമല്ല എന്ന് പറയുന്നവർ അപൂർവമായിരിക്കും. നല്ലൊരു മത്തിക്കറിയൊക്കെ കഴിച്ചിട്ട് എത്ര നാളായിന്നറിയോ. ഹോസ്റ്റലിലൊക്കെ പോയ പിന്നെ മീൻ കണി കാണാൻ പോലും കിട്ടിയിട്ടില്ല. എന്നാൽ ഹോസ്റ്റലിൽ നിന്ന് വന്നതിന് ശേഷവും പണ്ടൊക്കെ കഴിച്ച പോലുള്ള നല്ല മുഴുത്ത നെയ്യുള്ള മത്തി കഴിച്ചൊരു ഓർമ്മ പോലും എനിക്കിപ്പോൾ ഇല്ല. പിന്നെ എനിക്ക് മാത്രം തോന്നിയതാണോ എന്നറിയില്ല, കോവിഡിന് ശേഷം കുഞ്ഞൻ മത്തിയും ശോഷിച്ച മത്തിയൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. വറുത്താൽ മാത്രം വികാരമുള്ള മത്തി. ഈ കുഞ്ഞമത്തിയോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പൊരിച്ചാൽ കഴിക്കുമെന്നല്ലാതെ കറിയും തോരനും ഒന്നും എനിക്കെന്തോ ഇഷ്ടമല്ല. പക്ഷെ നല്ല നെയ്യും മുട്ടയും ഒക്കെയുള്ള നല്ല മത്തി വറുത്തതും മത്തിക്കറിയും ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആഹാ. ഇവിടെ വന്നതിന് ശേഷം 2-3 പേര് ഇവിടുത്തെ മത്തിക്കൊന്നും ടേസ്റ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മളത് വാങ്ങുന്നതിൽ നിന്ന് പിന്തിരിഞ്ഞതായിരുന്നു. പക്ഷെ വർഷങ്ങളായിട്ട് ഇവിടെ നിൽക്കുന്ന ഒരാൾ അങ്ങനെയൊന്നും അല്ല, നിങ്ങൾ ഒന്നാൻ മത്തി വാങ്ങിച്ചാൽ മതി, നിങ്ങൾ പിന്നെ അതിൻ്റെ അഡിക്റ്റ് ആവുമെന്നാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെ പിന്നെ വാങ്ങാതിരിക്കുക. അങ്ങനെ വാങ്ങിച്ചതാണ് നമ്മുടെ ഒമാൻ മത്തി. പക്ഷെ ആള് പറഞ്ഞത് സത്യമാണെന്ന് നമ്മൾ ആ മത്തിക്കറി ചോറും കൂട്ടി കഴിച്ചപ്പോഴാണ് മനസ്സിലായത്. ഞാൻ ആഗ്രഹിച്ചിരുന്ന നല്ല മുഴുത്ത നെയ്യുള്ള മത്തി. ഞാൻ മാത്രമല്ല കേട്ടോ, എൻ്റെ ചേട്ടനും എന്നെപ്പോലെ തന്നെ ഭക്ഷണത്തോട് നല്ല താല്പര്യമാണ് കേട്ടോ. ഭക്ഷണത്തോട് മാത്രമല്ല, പാചകം ചെയ്യാനും ആൾക്ക് വലിയ താല്പര്യമാണ്. ആളുണ്ടാക്കുന്ന ഭക്ഷണത്തിനെല്ലാം തന്നെ ഒരു പ്രത്യേക രുചിയുമാണ്. ഇന്നത്തെ കറിയും ചേട്ടൻ്റെ സ്പെഷ്യൽ കറി തന്നെയാണ്. സാധാ മുളകിട്ടതുപോലെ തന്നെയാണ് മസാലയൊക്കെ ചേർത്തിട്ടുള്ളതെങ്കിലും തക്കാളി നല്ലപോലെ അരച്ച് ചേർത്തിട്ടുണ്ട് ഈ കറിയിൽ. നമ്മുടെ വീട്ടിൽ തേങ്ങ അരച്ചാണ് മീൻകറി വെക്കാറ്, മുളകിട്ട് വെക്കാറേ ഇല്ല. എന്നാൽ ഞാൻ മുളകിട്ടത് കഴിച്ചിട്ടുള്ളത് ഒരു 5ാം ക്ലാസ് വരെയൊക്കെ നമ്മൾ കൂട്ടുകുടുംബമായിട്ടായിരുന്നു താമസിച്ചിരുന്നത്. അവിടെ എൻ്റെ അച്ചമ്മയുണ്ട്. അച്ചമ്മയ്ക്ക് മീനോട് ഭയങ്കര താല്പര്യമാണ്. അപ്പം ഡെയിലി മീൻ വാങ്ങും. മീൻ വാങ്ങിച്ചിട്ട് വന്നിട്ട് ഒരു സെറ്റ് തേങ്ങ അരച്ച മീൻകറിയും ഒരു സെറ്റ് ഇങ്ങനെ മുളകിട്ടതുമാണ് വെക്കാറ്. അങ്ങനെയാണ് ഞാൻ മുളകിട്ടത് കഴിച്ചിട്ടുള്ളത്. അതിനുശേഷം മീൻ മുളകിട്ടത് സ്ഥിരമായത് കല്യാണത്തിന് ശേഷമാണ്. കാരണം ചേട്ടൻ്റെ വീട്ടിൽ കൂടുതലും മുളകിട്ട മീൻകറിയാണ് ഉണ്ടാക്കാറ്. ചേട്ടൻ്റെ അമ്മയും മീൻകറി നല്ല അസലായിട്ട് വെക്കും. അതും നിമിഷ നേരം കൊണ്ടാണ് കേട്ടോ ആളത് തയ്യാറാക്കുന്നത്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും മത്തി മുളകിട്ടയിൽ എനിക്കിപ്പോൾ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് മാറിയിരിക്കുന്നത് ചേട്ടൻ ഇന്നുണ്ടാക്കിയ കറിയാണ്. ആള് തക്കാളിയൊക്കെ അരച്ച് ചേർത്തിട്ടാണോ എന്നൊന്നും അറിയില്ല കേട്ടോ. എന്തായാലും കറി അടിപൊളിയായിരുന്നു. നിങ്ങൾക്ക് മത്തി എങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം? വറുത്തതാണോ, കറിയാണോ, അതോ പീര വറ്റിച്ചതാണോ? എനിക്കെന്തോ മത്തി കറിയോട് കുറച്ച് താല്പര്യം കൂടുതലുണ്ടെങ്കിലും മത്തി വറുത്തതും കൂടെ ഉണ്ടെങ്കിൽ രസമാണ്. മത്തി വറുത്തതിനെ പറ്റി പറഞ്ഞപ്പോഴാണ് വേറൊരു കാര്യം ഓർമ്മ വന്നത്. പണ്ട് എൻ്റെ അനിയത്തീനെ അമ്മ പ്രഗ്നൻ്റ് ആയിട്ടിരുന്ന സമയത്ത് സ്ഥിരം വീട്ടിൽ മത്തിയായിരുന്നു. അതെങ്ങനെയാണെന്നറിയില്ല, എന്നും മത്തി വറുത്തത് കാണും. അതിലൊന്നാമത്തെ കാരണം മത്തി കഴിക്കുന്നത് ഗർഭിണികൾക്ക് നല്ലതാണെന്നും കുട്ടിക്ക് നല്ല മുടിയും സൗന്ദര്യമൊക്കെ ഉണ്ടാവുമെന്ന് ആരൊക്കെയോ പണ്ട് അമ്മയടുത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. വേറെ പലരും ഇത് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എന്തായാലും സത്യമാവാനാണ് സാധ്യത കൂടുതലും. കാരണം ശാസ്ത്രീയപരമായി നോക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിനും മുടിക്കും ഒക്കെ ആവശ്യമായ ഒമേഗ 3യും വൈറ്റമിൻ ഡിയും ഒക്കെ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് മത്തിയിലാണ്. എന്തായാലും ആ സമയത്ത് എൻ്റെയും അമ്മയുടെയും അനിയൻ്റെയും അച്ചാച്ചൻ്റെയൊക്കെ രാത്രി സ്ഥിരം ഭക്ഷണം മത്തി വറുത്തതും ഒരു ഒഴിച്ചുകറിയായിരിക്കും. ഈ ഒഴിച്ചുകറിയിൽ എപ്പോഴും പരിപ്പാവാനാണ് സാധ്യത. പരിപ്പെന്ന് പറയുമ്പോൾ നമ്മുടെ തിരുവനന്തപുരം സദ്യയിൽ ചെറുപയർ വെച്ചുണ്ടാക്കില്ലേ, ആ പരിപ്പാണ് കേട്ടോ. അതാകുമ്പോൾ കുക്കറിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാമല്ലോ. നമ്മളും ഹാപ്പി, അമ്മയും ഹാപ്പി. ആ സമയത്ത് എന്തായാലും നമ്മുടെ ഇഷ്ടപ്പെട്ട കോമ്പിനേഷനായിരുന്നു പരിപ്പും മീൻ വറുത്തതും, ചമ്മന്തിയും മീൻ വറുത്തതും, സാമ്പാറും മീൻ വറുത്തതും. എന്തായാലും അമ്മ മത്തി കഴിച്ചുകൊണ്ടാണോ എന്നറിയില്ല, അനിയത്തിക്ക് നല്ല മുടിയൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ആളൊരു കൊച്ചു സുന്ദരിയും കൂടിയാണ് കേട്ടോ. എന്തായാലും ഇന്നത്തെ എൻ്റെ ചേട്ടൻ്റെ മത്തിക്കറി സ്ഥിരം വാങ്ങേണ്ട വിധം അടിപൊളിയായിരുന്നു കേട്ടോ. നിങ്ങൾക്കും ഉണ്ടോ ഇങ്ങനെ എന്തെങ്കിലും മത്തി വിശേഷം പറയാൻ? ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണേ. അപ്പം ശരി, കാണാം.